ഓരോ ദിവസവും ഞങ്ങൾ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് പോലെ, തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ. കഴിഞ്ഞ 4 ദിവസങ്ങളായി ഹാരിസിനെ കാണാതായിട്ട്. ഹാരിസ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഈ മുറിയിൽ വരുന്ന ദുഷ്ടശക്തിക്ക് ഹാരിസിൻ്റെ അതേ ഛായയാണ്. പക്ഷേ അത് ഹാരിസാണോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. കാരണം അതിൻ്റെ പെരുമാറ്റം ഹാരിസിൻ്റേതുപോലെയല്ല, തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തി ആ ഒരു മുറിയിലേക്ക് വീണ്ടും അതേ സമയത്ത് തന്നെ വരുമോ എന്നായിരുന്നു ഞങ്ങളുടെ അടുത്ത ചോദ്യം. അങ്ങനെ വരികയാണെങ്കിൽ, അതിനെ പിന്തുടരുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം തീർക്കാനുള്ള ഒരു വഴി ലഭിക്കും. പക്ഷേ ആ വഴി ലഭിക്കാനായി ചിലപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ തന്നെ പണയം വെക്കേണ്ടി വരും. പോകണ്ടടാ, പേടിക്കല്ലേ. കൂട്ടുകാരെ, ഇപ്പോൾ 12:30 സമയമായിട്ടുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ വീണ്ടും ഈ റൂമിൻ്റെ മുമ്പിൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ അനുഭവം ഞങ്ങൾ നമ്മളെ ബാലേട്ടനോട് പറഞ്ഞിരുന്നത്. ബാലേട്ടനോട് പറഞ്ഞുകൊണ്ട് ബാലേട്ടൻ പറഞ്ഞതെന്താ വെച്ചാൽ, ആ പൂജാരിയോട് സംസാരിച്ചപ്പോൾ പൂജാരി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞങ്ങളതിനെ ശല്യം ചെയ്തത് കൊണ്ടാണ് അത് ഞങ്ങളെ ആക്രമിച്ചതെന്നാണ്. ഇന്ന് ഞങ്ങളതിനെ ശല്യം ചെയ്യാതെ ഏകദേശം അതേ സമയത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ആ പൂജാരി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. കാരണം ആയുസിന്റെ കാര്യമൊക്കെ കുറുകി നിൽക്കാണ്. ഈ ഒരു ഇത് എനിക്കൊക്കെ അത്ര അനുഭവം ഉണ്ടായതിനെ കൊണ്ടാണ്. ചിലപ്പോ എന്താന്ന് പറ്റിപ്പോവാന്ന് പറയാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റില്ല. സത്യമായിട്ട് പറയാണ്. കാരണം അത്രയും പവറാണ്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചുള്ളൊരു ജീവൻ മരണം ചെയ്യലാണ് ഇപ്പോൾ ചെയ്യണത്. കാരണം അത് ഇപ്പം ഈ പൂജാരി പറഞ്ഞ പ്രകാരമല്ല, അത് ഞങ്ങൾ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങളെ ജീവൻ തന്നെ ഇവിടെ നഷ്ടപ്പെടും. ഞങ്ങളെ കൈ നോക്ക്, രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. കാരണം അത്രയും പേടിയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ റൂം തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഏകദേശം 12:30-1 മണി സമയത്താണ് നമ്മൾ കണ്ട ക്യാമറകളിലൊക്കെ അത് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ നോക്കുന്നത് ഈ റൂമിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. അതുണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് എന്താണ് അത് ചെയ്യണമെന്ന് നോക്കി നോക്കാം അല്ലേ. ചെയ്യണത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം. പക്ഷെ എന്തിനാണെന്നുള്ളതും ഒക്കെ ഒന്ന് നോക്കാം. പക്ഷെ വല്ലാത്ത ഇതാണ്, മുതലാണത്. പക്ഷെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളതിനെ ശല്യം ചെയ്യരുത്. നമ്മൾ ധൈര്യം കൈവിടാതെ അതിനെ ശല്യം ചെയ്യാതെ നമ്മളവിടെ ഉണ്ട് എന്നുള്ള കാര്യം അതിന് കാണാൻ പറ്റുന്നതാണ് പൂജാരി പറയുന്നത്. അപ്പം നമ്മൾ നിൽക്കണത് മാക്സിമം ഒച്ച ഉണ്ടാക്കാതെ, നമ്മൾ സൗണ്ട് ഒന്നും ഇല്ലാതെ നമ്മൾ നിൽക്കുമ്പോൾ മാക്സിമം അങ്ങനെ തന്നെ നിൽക്കണം. ഓക്കെ, അങ്ങനെ തന്നെ നിൽക്കണം. നിന്നാൽ മാത്രമേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പിടിച്ചു നിർത്താൻ നോക്കും. പക്ഷെ ഞാൻ അത് കണ്ടിട്ടും ഞാൻ ഇതായിട്ടുള്ളതാണ്. എനിക്ക് നല്ല പേടിൻ്റെ ഡോറ് തുറന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴുള്ള സീൻ 100% നമുക്കിപ്പോൾ ആരിസിനെ രക്ഷിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ജീവൻ പോയതിന് വേണ്ടിയില്ല, നമ്മൾ തുറന്നു നോക്കണം. പക്ഷെ അത് തുറന്നാലേ പറ്റുള്ളൂ, വേറെ ഒരു മാർഗ്ഗം തുറക്കേ, രണ്ടും കൽപ്പിച്ച് തുറക്കേ. ഞങ്ങളിത് ശബ്ദം ഉണ്ടാക്കാതെ തുറന്നു നോക്കാട്ടാ. അച്ഛാ, ഫുള്ള് ഇരുട്ടാണ്, നോക്കി കേറിക്കോ. റൂമിനുള്ളിൽ കയറിയപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷകൾ ഏകദേശമൊക്കെ ശരിയായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന അതേ സമയത്ത് ആ രൂപത്തെ ഞങ്ങൾ വീണ്ടും അവിടെ കണ്ട മാത്രയിൽ ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ് ആദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ കണ്ട ഭാഗം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഞങ്ങളൊന്ന് കാത്തു നിന്ന ശേഷം അത് എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടാണ് എനിക്ക് പേടിയാവും കേട്ടോ. അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞ് എൻ്റെ കയ്യും കാലും പുറക്കും വെച്ചാൽ ഞാനതാ പറഞ്ഞു. ശല്യം ചെയ്യില്ല. ഞാൻ കുറച്ച്
തെച്ചോ ഏത് നിമിഷവും ഇങ്ങോട്ട് വരും. അനങ്ങാതിരിക്കില്ലേ? അനങ്ങാതിരിക്കുക. യാത്ര ചെയ്ത തീരെ ശല്യം ചെയ്യുന്നു. അച്ഛാ നീ നമ്മളെ അറ്റാക്ക് ചെയ്യും. ഗൈസ്, ഇത് അറ്റാക്ക് ചെയ്യും. വായോ ഞങ്ങൾ വിശ്വസിക്കില്ല. ഇപ്പൊ ഞങ്ങൾ അതിന് ശല്യം ചെയ്യാത്തതുകൊണ്ട് മാത്രം അനങ്ങാതെ നിൽക്കുകയാണ്. എന്തൊക്കെ കാട്ടും. അച്ഛനെ വാടാ വാ. ഓ വഴി കൊടുക്ക്, വഴി കൊടുക്ക്, വഴി കൊടുക്ക്. അത് നോർമലല്ല, നോർമലല്ല അത്. പിന്നെ അവിടെ അനങ്ങാതെ നിൽക്കുക. പോട്ടെ പോട്ടെ. ഇനി വാ. വഴി കൊടുക്ക്. അച്ഛനെ കൊണ്ടടാ. എന്നടാ ടാർഗറ്റ് ചെയ്ത് എന്നടാ നോക്കണം. ഞാൻ തൻ്റെ കൂടെ ഇങ്ങനത്തെ പേടിക്കാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒച്ചണ്ടാക്കാതെ ഈ കൂടെ വന്നുകൊണ്ട് മാത്രമാണ് അതിനിപ്പോൾ കാണാൻ പറ്റിയത്. അതെന്താണ് എങ്ങോട്ടാണ് പോയതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഞങ്ങളതിൻ്റെ പിന്നാലെ പോയാൽ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തായാലും നോക്കണം. കാരണം കഴിഞ്ഞ തവണ അതിന് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അതിന് മനസ്സിലാവുന്നുള്ളൂ നമ്മൾ എന്താണ് പറയുന്നതും നമ്മളതിന് ശല്യമാവുന്നുള്ളതൊക്കെ. ഇപ്പോൾ ഒച്ചുണ്ടാക്കാൻ നമ്മൾ പിന്നാലെ പോയി നോക്കുകയാണ്. ആ ഇരുട്ടത്തക്കോ പറയാം. ഇത്ര ഇരുട്ടാടാ. ടോർച്ച് എടുത്തിട്ട് പോയി നോക്കണം. ഈ ലൈറ്റ് ഇടാണ്. ആ ലൈറ്റ് ഇട്. അതാ അച്ഛനെ പോകണ്ടടാ. പേടിക്കല്ലേ. അതാ അനങ്ങല്ലേട്ടാ, അനങ്ങല്ലേ. വരികയാണെന്നുണ്ടെങ്കിൽ അനങ്ങരുതട്ടാ. അനങ്ങല്ലട്ടാ, വരികയാണെങ്കിൽ അനങ്ങല്ലേ. നേരം പാടി നോക്കി നോക്കുന്നു. അതിന് അതിന്റെ വൈക്ക് വിട്ടേക്ക്. വാ. എവിടേക്ക്? അപ്പൊ ഒക്കോട്ടെ. ഇല്ലാതെ വാ. കഴിഞ്ഞ തവണ വാ 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 വാ. കഴിഞ്ഞ തവണ ആ കിണറിൻ്റെ അപ്പുറത്താണ് പോയി നിന്നത്. അവിടെ തന്നെ അവൻ ചിലപ്പോൾ പോയി നിൽക്കാം. അപ്പുറത്ത് ലൈറ്റ് ഇടണം. വാ. മെല്ലെ പോകാം. ആ നിൽക്കണം. ആ നിൽക്കണം. നോക്ക് നോക്ക് നോക്ക്. അവിടെ തന്നെയാണ് കഴിഞ്ഞ തവണ നിന്ന് അതേ സ്ഥലത്ത്. സൂം ചെയ്ത് കാണിക്കും. അച്ഛ കണ്ട മുഖം കണ്ട. വേണ്ടടാ, പോവാ പോവാ. നമ്മൾ പെടുന്ന കാര്യം അറിയുന്നില്ല. വാ വാ വാ. പൊന്നിലെ മച്ച ഈ കിണറ്റിലെന്തോ ഉണ്ട്. ആ കിണറ്റിലെന്തോ ഉണ്ട്. വാ. ചെയ്ത് നോക്ക്. എന്തോ മാന്താണ്. ഈ കിണറ്റിലൗട്ട് എന്തിലിട്ടുണ്ടാവും. കയ്യിലൊക്കെ ചുവപ്പ് കളർ. മുഖം കാണുന്നില്ല. കയ്യിൽ ചുവപ്പ് കളറാ. ഓ ശല്യപ്പെടുത്തുന്നു. പോയിക്കോട്ടെ. അതങ്ങടാ പോണ്. പോയിട്ടില്ല മച്ചാനെ. പിന്നെ എവിടെ ഇരുന്നു? ഓ അവിടെ എന്തോ അവിടുന്ന് എന്തോ കിട്ടി അവിടുന്ന്.
എന്തോ അവിടെ നിർത്തടാ, എന്താ അവിടെ എന്തോ എടുത്തു. കിട്ടി അതായിട്ട് പോവാ. പോവാ. അച്ഛനെ പേടിക്കാതിരിക്ക്.